നീരയ്ക്ക് തടസ്സം നിൽക്കുന്നതാരാണ്? മനോരമ ന്യൂസ് പരമ്പര തുടരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് നീര ഉൽപാദക സംരംഭങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം. നീര ഉൽപാദനത്തിന് സർക്കാർ നൽകുന്ന 1 വർഷത്തെ പ്രവർത്തനാനുമതിയിൽ ബാങ്ക് വായ്പ പോലും കിട്ടില്ല. വായ്പയുടെ ഉയർന്ന പലിശ നിരക്കും കർഷക കൂട്ടായ്മയെ കടക്കണിയിലാക്കുന്നു. 11 ഫെഡറേഷനുകളിലായി 210 സംഘങ്ങൾ. തിരുമേനിയിൽ പ്രവർത്തിക്കുന്ന തേജസ്വിനി കമ്പനിക്ക് കീഴിൽ 20,000-ലധികം കർഷകർ നീര ഉൽപാദനത്തെ ആശ്രയിച്ച് കഴിയുന്നു. ദിവസവും 1000 ലിറ്റർ നീര ഉൽപാദനമാണ് ലക്ഷ്യം. പദ്ധതി വിജയത്തോടടുക്കുമ്പോഴാണ് കൃഷിവകുപ്പും എക്സൈസ് വകുപ്പും തമ്മിലുള്ള തർക്കങ്ങൾ ഇവിടെ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നത്. തെങ്ങുള്ളവരെല്ലാം നീര ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ വൻകിട കുത്തകകൾ കടന്നുവന്ന് ചെറുകിട സംഘങ്ങളെ വിഴുങ്ങുമെന്നാണ് കർഷകരുടെ പേടി. വൻകിട കമ്പനികൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ആശങ്കയുള്ളത് ഇതിനകത്തേക്ക് മായം ചേരാൻ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് സാധനം ഉണ്ടാക്കും എന്നുള്ളൊരു ആശങ്കയാണ് ഏറ്റവും കൂടുതൽ. കൃത്രിമമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തെങ്ങ് കൃഷിക്കാരൻ്റെ തെങ്ങ് അവിടെ നിൽക്കും. തെങ്ങിനെ ഉപേക്ഷിച്ച കർഷകരും നീര പദ്ധതി വിജയം കണ്ടതോടെ തെങ്ങിനെ പരിപാലിക്കാൻ തുടങ്ങി. ഞാനിപ്പം തുടങ്ങിയിട്ട് ഒരു 2 മാസം കഴിഞ്ഞു, 3 മാസത്തിലേക്കായി. 6 തെങ്ങാണ് ഞാനിപ്പം ചെത്തിക്കൊണ്ട് എടുക്കുന്നത്. നീരയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ചെറുകിട സംഘങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് കർഷകർ പറയുന്നു. നീരയിൽ നിന്നുള്ള മറ്റു ഉൽപ്പന്നങ്ങളും സംഘം വിപണിയിൽ എത്തിച്ചു തുടങ്ങി. മലയോരത്തെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകിയ നീര പദ്ധതിയെ സംരക്ഷിക്കാൻ വിവിധ വകുപ്പുകൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മനോരമ ന്യൂസ്, കണ്ണൂർ. സാമ്പത്തിക പ്രതിസന്ധിയാണ് നീര ഉൽപാദന സംരംഭങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം. നീര ഉൽപാദനത്തിന് സർക്കാർ നൽകുന്ന 1 വർഷത്തെ പ്രവർത്തനാനുമതിയിൽ ബാങ്ക് വായ്പ പോലും കിട്ടില്ല. വായ്പയുടെ ഉയർന്ന പലിശ നിരക്കും കർഷക കൂട്ടായ്മയെ കടക്കണിയിലാക്കുന്നു. തെങ്ങ് ചത്തലിൽ തുടങ്ങുന്ന സാമ്പത്തിക ഭാരം നീര ഉൽപാദക ഫെഡറേഷനുകൾക്ക് വെല്ലുവിളിയാണ്. നാളികേര വികസന കോർപ്പറേഷന്റെ സബ്സിഡി മാത്രമാണ് ഉൽപാദകർക്ക് ലഭിക്കുന്ന സർക്കാർ സഹായം. പദ്ധതിക്കായി കോടികൾ കണ്ടെത്തുക കർഷകർക്കും ബുദ്ധിമുട്ടായതിനാൽ ബാങ്ക് വായ്പയാണ് മറ്റൊരാശ്രയം. 1 വർഷത്തേക്കുള്ള പ്രവർത്തനാനുമതിയുടെ പേരിൽ നീര സംഘങ്ങൾക്ക് വായ്പ നൽകാനും ചില ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല. മിക്ക ബാങ്കുകളും 5 വർഷത്തേക്കുള്ള തിരിച്ചടവിലാണ് വായ്പ ക്രമീകരിക്കുക. ഇത് കിട്ടണമെങ്കിൽ സർക്കാർ 1 വർഷത്തെ പ്രവർത്തന ലൈസൻസ് 5 വർഷത്തേക്ക് നീട്ടി നൽകണം. ഒട്ടും ചാരായം കലരാത്ത വളരെ പ്രകൃതിദത്ത പാനീയം ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കൊരു 5 വർഷത്തെ ലൈസൻസ് തന്നിട്ട് അത് ഓരോ വർഷവും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്യാൻസൽ ആക്കുകയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ഞങ്ങൾക്ക് ബാങ്ക് ഫിനാൻസിങ് ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഈ ലൈസൻസ് തന്നിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് ചെത്തി ഉപയോഗിക്കാനുള്ള സബ്സിഡി പോട്ടെ, അത് വേറെ തർക്കങ്ങളും വിവാദങ്ങളും അപ്പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ബാങ്ക് ലോൺ പോകുമ്പോൾ പോലും കൃത്യമായിട്ട് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. വ്യവസായ സ്ഥാപനം എന്ന നിലയിലാണ് കർഷകരുടെ നീര ഉൽപാദന കേന്ദ്രത്തെ ബാങ്കുകൾ കണക്കാക്കുന്നത്. ബാങ്ക് വായ്പയുടെ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തുകയോ പലിശ നിരക്കിൽ ഇളവ് ചെയ്യുകയോ വേണം. ശരാശരി 1500 തെങ്ങ് ചെത്തുന്ന നീര സ്ഥാപനം കുറഞ്ഞത് 50 ലക്ഷം രൂപയാണ് മുതൽ മുടക്കേണ്ടത്. മനോരമ ന്യൂസ്, പാലക്കാട്. നീരയ്ക്ക് തടസ്സം നിൽക്കുന്നതാരാണ്? മനോരമ ന്യൂസ് പരമ്പര തുടരുന്നു. നീരയ്ക്ക് പാര ആര്? നീര ലൈസൻസ് തർക്കത്തിൽ കൃഷിമന്ത്രിക്കെതിരെ കർഷകർ. നീര ഉൽപാദനത്തെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ലൈസൻസ് എന്ന കൃഷിമന്ത്രി നിലപാടെടുക്കുന്നതെന്ന് നീര കർഷകരുടെ ആദ്യ കൂട്ടായ്മയായ കൈപ്പുഴ നീര ഉൽപാദക കമ്പനി. എല്ലാവർക്കും ലൈസൻസ് നൽകിയാൽ നീരയുടെ മറവിൽ കള്ള് കച്ചവടം വ്യാപകമാകുമെന്നും കൃഷിമന്ത്രിയുടെ നിലപാട് ഇതിന് സഹായകമാകുമെന്നും കർഷകർ പറയുന്നു. നാളികേര വികസന ബോർഡിന് കീഴിലുള്ള സംഘങ്ങൾക്ക് മാത്രം നീര ലൈസൻസ് എന്നാണ് എക്സൈസ് മന്ത്രിയുടെ നിലപാട്. എന്നാൽ തെങ്ങുള്ളവർക്കെല്ലാം ലൈസൻസ് എന്ന് കൃഷിമന്ത്രി KP മോഹനും പറയുന്നു. കൃഷിമന്ത്രിയുടെ ഈ നിലപാടിനെ എതിർത്താണ് നീര കർഷകർ പരസ്യമായി രംഗത്തെത്തിയത്. കൃഷിവകുപ്പിന്റെ നിലപാടിനെ നീര കർഷകർ തന്നെ തള്ളിക്കളയുന്നു. കർഷകർക്ക് പ്രയോജനമാകണമെങ്കിൽ എക്സൈസിന്റെ നിലപാടാണ് കൃത്യമെന്ന് കർഷകർ പറയുന്നു. ശേഖരണത്തിലും സംഭരണത്തിലും ഉൽപ്പാദനത്തിലും സൂക്ഷ്മതയില്ലെങ്കിൽ നീര കള്ളായി മാറും. ഇതേപ്പറ്റി കൃഷിമന്ത്രി KP മോഹന് പാണ്ഡിത്യമില്ലെന്ന് കൈപ്പുഴ നീര കമ്പനി ചെയർമാൻ ആരോപിച്ചു. അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് തേങ്ങ കർഷകർക്ക്, നാളികേര കർഷകർക്ക് എല്ലാം ലൈസൻസ് വേണമെന്ന് അദ്ദേഹം പറയുന്നത്. അതേസമയം CDB പറയുന്നതോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് K ബാബു സാർ പറയുന്നതോ എന്താ, കർഷകരുടെ കൂട്ടായ്മയ്ക്ക് കൊടുക്കത്തുള്ളൂ. പക്ഷേ കൃഷിവകുപ്പ് മന്ത്രി പറയുന്നത് കോർപ്പറേഷൻ ഉണ്ടാക്കുന്ന നീതിയെ കൊള്ളത്തുള്ളൂ, ബാക്കി കർഷകർ ഉണ്ടാക്കുന്ന കൊള്ളത്തിലാണെന്ന് കർഷകർ മറന്നുള്ള ഇടപാടാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കർഷകരെ കൃഷിമന്ത്രി താങ്ങിക്കൊടുത്താൽ കർഷകർ രക്ഷപ്പെടും. അതിനാണ് കൃഷിമന്ത്രി ശ്രമിക്കേണ്ടത്. നീര കർഷകരുടെ ഈ നിലപാട് എല്ലാവർക്കും ലൈസൻസ് എന്ന കൃഷിമന്ത്രിയുടെ നീക്കത്തിന്റെ തിരിച്ചടിയാണ്. ദീപൂരി അവധി, മനോരമ ന്യൂസ്, കൊല്ലം. മനോരമ ന്യൂസ് പരമ്പര തുടരുന്നു.
നീര ചെത്താൻ പരിശീലനം ലഭിച്ച തൊഴിലാളികളുടെ ക്ഷാമം നീര ഉൽപാദനത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വിപണിയുടെ ആവശ്യകത അനുസരിച്ച് നീര നൽകാൻ ഉൽപാദന കേന്ദ്രമായ കൊല്ലം കൈപ്പുഴ പ്ലാന്റിന് കഴിയുന്നില്ല. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ ഇതര സംസ്ഥാനത്ത് നിന്ന് ഉള്ളവരെ പോലും നീര ചെത്ത് പരിശീലിപ്പിക്കുകയാണ് കർഷക സംഘങ്ങൾ. കേരളത്തിന്റെ സ്വന്തം നീരയ്ക്ക് രാജ്യാന്തര വിപണിയിൽ പോലും ആവശ്യകതയാണ്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നീരയ്ക്ക് ഓർഡറുകൾ ലഭിക്കുന്നത്. എന്നാൽ ആവശ്യകതയ്ക്കനുസരിച്ച് നീര നൽകാൻ സംസ്ഥാനത്തെ ആദ്യ പ്ലാന്റായ കൈപ്പുഴ ഫാക്ടറിക്ക് കഴിയുന്നില്ല. നീര ചെത്തുന്ന തൊഴിലാളികളുടെ കുറവാണ് ഉൽപാദനത്തെയും വിതരണത്തെയും ബാധിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള 30,000 ലിറ്ററിന്റെ ഓർഡറും സ്വീകരിക്കാനായില്ല. 1000-ഓളം തൊഴിലാളികൾ വേണ്ട കൊല്ലം ജില്ലയിൽ 60 പേർ മാത്രമാണ് നീര ചെത്താനുള്ളത്. സർക്കാരിന്റെ സഹായമില്ലാതെ ഉൽപാദനം പൂർണ്ണതോതിലാവില്ലെന്ന് നീര കർഷകർ പറയുന്നു. 25,000 പേരെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം സംസ്ഥാന ഗവൺമെൻറ്റോട് എൻ്റെ അറിവിൽ അറിയാണ് കോക്കൻ ഡെവലപ്മെൻറ്റ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. കിട്ടിയാണെങ്കിൽ നമുക്ക് 25,000 പേരെ ട്രെയിൻ ചെയ്തെടുക്കാം. അത് കേരളത്തിൽ മൊത്തം ഉപകരിക്കുകയും ചെയ്യും. തൊഴിലാളികളുടെ കുറവ് നികത്താൻ ജാർഖണ്ഡിൽ നിന്നുള്ളവരെ നീരച്ചെത്ത് പരിശീലിപ്പിക്കുകയാണ് ഇപ്പോൾ കൈപ്പുഴ നീര ഉൽപാദക സംഘം. മുന്തിരി കർഷകർക്ക് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ പിന്തുണ നീര കർഷകർക്ക് കേരള സർക്കാർ നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. പരമ്പരാഗത ചെത്തു തൊഴിലാളികളെ ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കൂടുതൽ തൊഴിലാളികൾ നീരച്ചെത്താൻ വന്നാൽ മാത്രമേ കൂടുതൽ ഉൽപാദനം സാധ്യമാകൂ. ക്യാമറമാൻ ടി ആർ ഷാനൊപ്പം കൈപ്പുഴ നീര പ്ലാന്റിൽ നിന്നും ദീപു രവതി, മനോരമ ന്യൂസ്. നീരയുടെ നാളുകളിലേക്ക് കാൽ വെച്ചുവെങ്കിലും സംസ്കരണ വിപണന രംഗത്തെ വെല്ലുവിളികൾ നേരിടാൻ കേരളം ഇനിയും സജ്ജമായില്ല. നാളികേര ഉൽപാദക ഫെഡറേഷനുകളെല്ലാം നീര ഉൽപാദനത്തിലേക്ക് കടക്കുമ്പോൾ വേണ്ടിവരുന്ന ടെക്നീഷ്യന്മാരെ എവിടുന്ന് കിട്ടും എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നീര ടെക്നീഷ്യന്മാരെ പരിശീലിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കണം എന്നാണ് നാളികേര വികസന ബോർഡിന്റെ നിർദ്ദേശം. കൃഷിവകുപ്പ്, കാർഷിക സർവകലാശാല, നാളികേര വികസന ബോർഡ് തുടങ്ങിയ ത്രിതല പഞ്ചായത്തുകൾ എന്നിവരുടെ എല്ലാം സഹകരണവും കൂട്ടായ പ്രവർത്തനവുമാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സൗദി അറേബ്യയ്ക്ക് ക്രൂഡ് ഓയിൽ എങ്ങനെ പ്രയോജനപ്പെട്ടു അതിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാകാവുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയൊരു ഇന്ധനമാകാവുന്ന ഈ നീര്. ഇത് വെറും ഒരു സ്വപ്നമല്ല. വിയർപ്പൊഴുക്കാൻ തയ്യാറെങ്കിൽ ഉറപ്പായും സാക്ഷാത്കരിക്കാമെന്നാണ് നാളികേര വികസന ബോർഡിന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടത്. നീര ലൈസൻസ് കിട്ടിയ 173 ഫെഡറേഷനുകളുടെ കയ്യിൽ നീര ഉൽപാദനത്തിന് സജ്ജമായി 2,59,000 തെങ്ങുകൾ. ടാപ്പിങ്ങിന് ആവശ്യമുള്ളത് 25,000 ടെക്നീഷ്യന്മാർ. ഇപ്പോൾ ആകെയുള്ളത് വെറും 1,500 പേർ. മാസ്റ്റർ ടെക്നീഷ്യന്മാരടക്കം 1,389 പേരെ നാളികേര വികസന ബോർഡ് ഇതിനോടകം പരിശീലിപ്പിച്ച് വിവിധ ഫെഡറേഷനുകൾക്ക് നൽകി. പന്ത് ഇപ്പോൾ നീര ഉൽപാദന കമ്പനികളുടെ കോർട്ടിലാണ്. ടെക്നീഷ്യന്മാരുടെ എണ്ണം 25,000-ലേക്ക് എത്തിക്കേണ്ടത് ഇനി കമ്പനികളും ഫെഡറേഷനുകളുമാണ്. ഈ പ്രക്രിയ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നാളികേര ഉൽപാദക കമ്പനികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിന്ന്, വിവിധ വകുപ്പുകളിൽ നിന്ന് ഈ പരിശീലനം വിദഗ്ധമായിട്ടും വിജയകരമായിട്ടും നടപ്പാക്കുന്നതിനാവശ്യമായ വിഭവ സഹായം ആവശ്യമുണ്ട്. 8 ആഴ്ചത്തെ വിദഗ്ധ പരിശീലനം കൊണ്ട് 40,000 രൂപ വരെ പ്രതിമാസ വരുമാനം കിട്ടുന്ന ജോലി. അതാണ് നീര ടെക്നീഷ്യന്മാരിലൂടെ നാളികേര വികസന ബോർഡ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ബോർഡ് മാത്രം വിചാരിച്ചാൽ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകില്ല. കാർഷിക സർവകലാശാലയും ത്രിതല പഞ്ചായത്തുകളും കുടുംബശ്രീ സംരംഭങ്ങളുമെല്ലാം ഈ രംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് നാളികേര വികസന ബോർഡിന്റെ അഭ്യർത്ഥന. മനോരമ ന്യൂസ്, കൊച്ചി.